ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐഷ ഷിയാസ് വ്ളോഗ്സ്. ഇന്ന് കുനാഫ ഡോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. നല്ല ഈസി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുനാഫ ഡോൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഒരു ബാറ്റർ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഈ ഒരു റേഷ്യോയിൽ തന്നെ എടുക്കുക. ഇനി ഇതിലേക്കൊരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബാറ്റർ കൂടുതൽ ലൂസാവരുത്, കുറച്ച് തിക്കായിട്ട് തന്നെ വേണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. കട്ടകളുണ്ടെങ്കിൽ ഇത് കുനാഫ ഡോ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിക്കോട്ടെ. ഇപ്പോൾ ഇതാ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ബാറ്റർ ഒരു ബോട്ടിലേക്ക് ആക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ക്യാപ്പിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറുതായിട്ടുള്ള ഹോൾ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ബോട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗും യൂസ് ആക്കാം. അപ്പോഴും ഏറ്റവും ചെറുതായിട്ടുള്ള ഹോൾ തന്നെ കട്ട് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിത് കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാം. അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബോട്ടിലാണെങ്കിലും പൈപ്പിംഗ് ബാഗ് ആണെങ്കിലും ഏറ്റവും ചെറിയ ഹോളിൽ തന്നെ ആക്കാൻ നോക്കുക കേട്ടോ. ഇതാ ഇതിങ്ങനെ 10 സെക്കൻഡ് വെക്കുക. അപ്പോഴേക്ക് ഇതിങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുനാഫ ഉണ്ടാക്കാനുള്ള ഡോ കിട്ടും കേട്ടോ. ഇത് പാനിൽ നിന്ന് എടുത്ത ശേഷം ഏതെങ്കിലും ക്ലോത്തോ മൂടിയോ വെച്ചിട്ടൊന്ന് മൂടി വെക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ബാറ്റർ മുഴുവനായിട്ട് ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയും പിന്നെ കുപ്പിയാണെങ്കിലും പൈപ്പ് ബാഗ് ആണെങ്കിലും അതിൽ ഹോളാക്കുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ 2 കാര്യം ശ്രദ്ധിച്ചാൽ ഈ കുനാഫ ഡോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഈ കുനാഫ ഡോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.